ടി സത്യൻ, ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ. ഇതിലൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൂടിയുണ്ട്. അത് ബംഗാളാണ് എന്നുള്ള കാര്യം കോൺഗ്രസ് അത് പറയുന്നുണ്ട്. കോൺഗ്രസിലെ മറ്റു വിവാദങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ പാർലമെന്റിൽ തന്നെ അങ്ങനെയൊരു ഈ വന്ദേ മാതരത്തെക്കുറിച്ച് പ്രത്യേക ചർച്ച നടന്നപ്പോഴും കോൺഗ്രസ് മറ്റു വിവാദങ്ങളിലേക്ക് പോയിരുന്നില്ല. പക്ഷേ ഈ ബംഗാൾ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. അവിടെ ഒരു വിഭജനം ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള ഒരു പോക്കാണിത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് തന്നെയല്ലേ ഇതിന്റെ പിന്നിൽ? ഈ സമയത്ത് വന്ദേ മാതരത്തിന് വേണ്ടി ഇങ്ങനെയൊരു സർക്കുലർ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്നതിലൂടെ കാണാനാകുന്നത്. മഞ്ജുഷയെ, അടിസ്ഥാനപരമായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഒരുതരം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുത്തിത്തിരിപ്പാണ്. അതായത് അതിന് പല കാരണങ്ങളുണ്ടാവാം. ഇലക്ഷൻ പ്രമാണിച്ചുള്ള കുത്തിത്തിരിപ്പാകാം, അതല്ലെങ്കിൽ മറ്റു ചില വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള കുത്തിത്തിരിപ്പാകാം. കാരണം നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നാഷണൽ ആന്തം, അതായത് ദേശീയ ഗാനം ഇന്ത്യക്കുണ്ട്. ഇത് നാഷണൽ സോങ് ആണ്, ദേശീയ ഗീതം. ഇത് നിർബന്ധമില്ല, ഇതൊരു പ്രോട്ടോകോളിന്റെ പരിരക്ഷണയില്ല. അപ്പൊ ഇത് പ്രോട്ടോകോളിന്റെ പരിരക്ഷണയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പ്രോട്ടോകോളിന്റെ ഭാഗമാക്കുന്നത് കൃത്യമായ ഒരു വിഭാഗീയത ലക്ഷ്യമിട്ട് തന്നെയാണ്. അപ്പൊ എന്തിനാണ് ഈ വിഭാഗീയത ഈ സമയത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുപോലെ തന്നെ ബംഗാൾ ഇലക്ഷൻ വരുന്നുണ്ട്, കേരള ഇലക്ഷൻ വരുന്നുണ്ട്, അതുപോലെ തമിഴ്നാട്ടിൽ ഇലക്ഷൻ വരുന്നുണ്ട്, അസ്സാമിൽ ഇലക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് 4 സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് ഇലക്ഷൻ നടക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് ഒരു വിഭാഗീയത, ഒരു ധ്രുവീകരണം, വർഗീയ ധ്രുവീകരണം നടപ്പാക്കുക, അതുകൊണ്ട് കഴിയുന്നത്ര നേട്ടം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഇപ്പൊ ഈ വിവാദത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പാർലമെന്റിൽ അടുത്ത കാലത്തായിട്ട് കേന്ദ്ര സർക്കാരിന് എന്താ പറയുക, രൂക്ഷമായ ചില എതിർപ്പുകൾ പ്രതിപക്ഷത്തു നിന്ന് നേരിടേണ്ടി വന്നു. ഒരുപക്ഷെ ഏതാണ്ട് 20-21 വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യമായിട്ട് പ്രധാനമന്ത്രിക്ക് മറുപടി പ്രസംഗം പാർലമെന്റിൽ പറയാൻ പറ്റാത്ത അവസ്ഥ സംജാതമായി. കാരണം മേജർ ജനറൽ നരവനെയുടെ പുസ്തകവും കരസേന മേധാവി നരവനെയുടെ പുസ്തകവും അതുപോലെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങൾ മൂലം അത് ഒരു ഇന്ത്യ US ഡീൽ, ട്രേഡ് ഡീലിനകത്ത് മുഖം നഷ്ടപ്പെട്ടു പോയ മോദി, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ജനശ്രദ്ധ, രാഷ്ട്രീയ ശ്രദ്ധ, മാധ്യമ ശ്രദ്ധ മാറ്റിവിടുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് മുന്നിൽ നിൽക്കുന്നത്. പാർലമെന്റിൽ 150ാമത് വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ഡിസംബറിൽ തന്നെ 2025 ഡിസംബറിൽ തന്നെ ഇങ്ങനൊരു ചർച്ച പാർലമെന്റിൽ നടന്നതാണ്. അതാണ് ആ ചർച്ചയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ചർച്ച വളരെ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഇങ്ങനൊരു പ്രോട്ടോകോൾ വരുമ്പോഴും ഇതിനെ കോൺഗ്രസ് എങ്ങനെ നേരിടും എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ഇതുവരെ ഇതിനെക്കുറിച്ച് പ്രതികരണം നടത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു പ്രോട്ടോകോൾ വന്നതിന് ശേഷം, വന്ദേ മാതരത്തിന് വേണ്ടി പ്രത്യേക പ്രോട്ടോകോൾ പുറപ്പെടുവിച്ചതിന് ശേഷം കോൺഗ്രസിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടില്ല. കാരണം കരുതലോടെയുള്ള പ്രതികരണമേ നടത്തുവാൻ കോൺഗ്രസിന് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് ഭൂരിപക്ഷ സമുദായ വോട്ടുകളാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് കോൺഗ്രസിനും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. കോൺഗ്രസിനെ കൃത്യമായിട്ട് വളരെ ട്രിക്കിയായ ഒരു സിറ്റുവേഷൻ ആണ്. കാരണം കേരളത്തിലടക്കം ഈവൻ അസമിൽ പോലും അതിശക്തമായ വിഭാഗീയത അല്ലെങ്കിൽ മതവിഭാഗീയത അതിശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തില് ഇതിനകത്ത് വളരെ കോഷ്യസ് അല്ലാതെ എന്ത് പ്രയോഗം നടത്തിയാലും അത് രാഷ്ട്രീയപരമായി തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം BJPയുടെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു പ്രൊപ്പഗാൻഡ ശക്തി എന്ന് പറയുന്നത് കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്ത് അഭിപ്രായം പറഞ്ഞാൽ അതിനെ ഏത് തരത്തിലും വളച്ചൊടിച്ച് മറ്റൊന്നാക്കാൻ കെൽപ്പുള്ള ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ വളരെ കരുതലോടെ പ്രതികരിച്ചില്ലെങ്കിൽ അവരുടെ കാര്യം ഈ ഇലക്ഷനിൽ ഒരു തീരുമാനമാക്കിയെടുക്കാൻ BJPക്ക് നിഷ്പ്രയാസം സാധിക്കും. BJP ഓരോ അജണ്ടയും മുന്നോട്ട് വെക്കുന്നത് ഒരു കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.